ഹലോ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് അതിനൊരു സമയം കണ്ടെത്താൻ പറ്റാനുള്ള സത്യത്തിൽ ഡ്യൂട്ടി തിരക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യണം. അപ്പോൾ ഞാനിന്ന് കോഴിക്കോട്ടിൽ നിന്ന് മുട്ട എടുത്തപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മുട്ട എനിക്ക് കിട്ടി. അപ്പോൾ ഞാനൊന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. കാണിക്കാവേ. അതായത് 5 എണ്ണമാണ് കിട്ടിയത്. കാണും, 5 എണ്ണം കിട്ടി. ഇതിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 5 കളറാണ്. ഇതിൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്, ഒരു സ്പെക്കിൾഡ് എഗ്ഗ്. സ്പെക്കിൾഡ് എന്ന് പറയുമ്പോൾ മുട്ട ഒന്നിൽ ബ്രൗൺ ആയിരിക്കും, വൈറ്റ് ആയിരിക്കും, ബ്ലൂ ഉണ്ടാവും, പച്ച കളർ മുട്ടയൊക്കെ ഉണ്ട് കോഴിക്ക്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ സ്പെക്കിൾഡ് എഗ്ഗ് കാണാമോ? ഇങ്ങനെ ഡോട്ട്സ് വൈറ്റും ബ്രൗണും കൂടി കയറിയ എഗ്ഗ് റെയറായിട്ടാണ് കിട്ടാറ്. അതിന് ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു മുട്ട കിട്ടണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ കാരണം കാണിക്കണത് ഒന്നുകിൽ കാൽഷ്യം കണ്ടൻറ്റിൻ്റെ ഒരു വേരിയേഷൻ ആവാം, അല്ലെങ്കിൽ കോഴിക്ക് ടെൻഷൻ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയണേ. അല്ലെങ്കിൽ ഈയിടെ ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അതെന്ന് വെച്ചാൽ സാധാരണ പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുക്കും. കഴിഞ്ഞൊരു 3-4 ദിവസം കുറച്ച് ബിരിയാണിയാണ് കഴിക്കണത്. ഇവിടെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫുഡ് ബാക്കിയുണ്ടായി. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കോഴിക്ക് കൊടുക്കും. അപ്പോൾ അവർ ചിക്കൻ ബിരിയാണിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി ചിക്കൻ ബിരിയാണി കഴിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു മുട്ട വരുമെന്ന് എനിക്കറിയില്ല. എനിവേ ഇത് വൈറ്റ് ആൻഡ് ബ്രൗൺ ഡോട്ടഡ് ആണ്. ഏകദേശം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രം കണ്ടോ പ്യുവർ ബ്രൗൺ ആണ്. ബാക്കിയെല്ലാം വൈറ്റ് ആൻഡ് ബ്രൗൺ ഡോട്ടഡ് ആണ്. അപ്പം ഇങ്ങനെ ഒരു മുട്ട എത്ര പേര് കണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിരുന്നു. ഇങ്ങനെയും നമുക്ക് മുട്ട കിട്ടാം. ഓക്കെ. പിന്നെ കോഴിയുടെ പ്രായം ഇതിനൊരു കാരണം പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല 1 വയസ്സിന് മേലുള്ള ഒരു കോഴി എൻ്റെ കയ്യിലില്ല. ഒന്നല്ല, ഒരു 1.25 വയസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിക്കാനൊരു കൗതുകം, അതുകൊണ്ട് കാണിച്ചാണ്. ഓക്കെ, ശരി, ബൈ.